ഈ ഒരു പെണ്ണ് രാവിലെ തന്നെ എണീറ്റ് വീട്ടിലെ എല്ലാ ജോലികളും ഭയങ്കര കൃത്യമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മായിയമ്മക്കും നാത്തൂനും ചായ ഇട്ട് കൊടുക്കുന്നു, ഭർത്താവിനാണെങ്കിൽ ലെമൺ ടീ ഇട്ട് കൊടുക്കുന്നു, ഭർത്താവിന്റെ അനിയന് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കും വേണ്ട വെവ്വേറെ കാര്യങ്ങൾ പോലും അവൾ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യാണ്. എന്നാൽ ഒരു ദിവസം ഇവള് ചെന്നിട്ട് ഭർത്താവിനോട് എനിക്കൊരു പിങ്ക് ഷാള് വേണം, അതൊന്ന് വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് എന്തായാലും എൻ്റെ അമ്മയും പെങ്ങളും ദേ കടയിൽ പോകാനായിട്ട് നിൽക്കുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, നീ അവരോട് പോയി പറ, അവർ വാങ്ങിക്കോളും എന്ന് പറയാണ്. അത് കേട്ട ഭാര്യ വേഗം ഓടിച്ചെന്ന് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന നാത്തൂനോടും അമ്മായിമ്മനോടും പറയാൻ ഒരു പിങ്ക് ഷാൾ വാങ്ങിക്കൊണ്ട് വരുമോ എന്ന് ചോദിക്കാൻ. എന്നാ നാത്തൂനാണെന്ന് വെച്ചാൽ മുഖം വീർപ്പിച്ചോണ്ട്, ഓ ഇനി നിനക്ക് പിങ്ക് ഷാൾ വാങ്ങണോ, അവിടെ ഒരു പിങ്ക് ഷാൾ എൻ്റെത് അവിടെ കിടക്കുന്നുണ്ട് പഴയത്, അത് എടുത്ത് ഇട്ടോളാം. അമ്മായിയമ്മ അത് ഇവൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നീ എന്ത് ഷാൾ ഇടും എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അത് പൊട്ട ഷാൾ, അധികം ഉപയോഗിക്കാനൊന്നും പറ്റില്ല, ഞാൻ എന്തായാലും വേറെ പുതിയത് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കേട്ട ആ പെണ്ണിനാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മനസ്സ് വേദനിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസമാണെന്ന് വെച്ചാൽ ഇവളുടെ ഭർത്താവിന്റെ കൂട്ടുകാരൻ അവന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ക്ഷണിക്കാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും കൂടി ബർത്ത്ഡേ ഫംഗ്ഷന് വരണമെന്ന് അവൻ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ആ ബർത്ത്ഡേ ഫംഗ്ഷന്റെ ദിവസം വരാൻ ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഈ പെണ്ണിനോട് അമ്മായിമ്മ പറയുന്ന പോലും തരാൻ പറ്റാത്ത നീയൊക്കെ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിട്ടുണ്ട്, ചോദിക്കുന്നവരോടൊക്കെ മറുപടി പറയാനായിട്ട് എനിക്ക് നല്ല നാണക്കേടുണ്ട്, അതുകൊണ്ട് നീ ബർത്ത്ഡേ പാർട്ടിക്ക് വരണ്ടെന്ന് പറഞ്ഞ് ആ പെണ്ണിനെ അമ്മായിമ്മ കൊണ്ടുവന്നു. തിരിച്ചു വന്ന അമ്മായിമ്മ ഭയങ്കരമായിട്ട് മുഖം വീർപ്പിച്ചിട്ടാണ് വരുന്നത്. ശേഷം തന്റെ മകനോട് ഒരു കുഞ്ഞിനെ തരാൻ പറ്റാത്ത അവളെയും കൊണ്ട് ഇനി ജീവിക്കേണ്ട കാര്യം നിനക്കില്ല, അവളെ മര്യാദക്ക് ഉപേക്ഷിക്കാനായിട്ട് പറയാം. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന് ഇഷ്ടമാണെങ്കിൽ ഐ ലവ് മൈ ഹസ്ബൻഡ് എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഫുൾ പാർട്ട് കാണാനായിട്ട് താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.